എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ 2025. ഇന്നിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ 2025 എന്നൊരു പുതുവർഷത്തിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകും. 2025 എന്നുള്ള ഈ ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ട്. ഈ ദിവസങ്ങൾ കഴിവതും നമ്മൾക്കായി നമ്മൾ തന്നെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഹൗ ടു ഡിവൈഡ് യുവർ ഡേ. ഈ ഒരു പുതുവർഷത്തിൽ ടോട്ടൽ 365 ഡേയ്സാണുള്ളത്. ഈ ഡേയ്സ് കഴിവതും നമ്മൾ നമുക്കായിട്ട് ഉപയോഗിക്കുക. അതിനെ നമ്മൾ പകുതിയാക്കി എടുക്കുക. മീൻസ് ഒരു 50% ഡേയ്സ് അഥവാ 182.5 ഡേയ്സാണ് ഇതിൻ്റെ പകുതി. 365 ദിവസത്തിൻ്റെ പകുതിയാണ് 182.5 ഡേയ്സ്. അത് കഴിവതും നമുക്കായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. 1 കാലണ്ടർ ഇയറിൽ 8760 hours ഉണ്ട്. അഥവാ 365 ദിവസത്തിൽ നമുക്ക് 8760 hours ഉണ്ട്. അതിൻ്റെ പകുതി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം നമുക്ക് 24 മണിക്കൂറാണ്. അപ്പോൾ 182.5 ഡേയ്സിനെ നമ്മൾ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4380 മണിക്കൂർ അഥവാ 4380 hours കിട്ടും. അതെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ ശ്രദ്ധിക്കുക. ഒരു വർഷത്തിൽ 8760 hours ആണുള്ളത്. അതിൻ്റെ പകുതി മിനിമം പകുതിയെങ്കിലും നമ്മൾ നമുക്കായിട്ട് ചിലവഴിക്കുക. 4380 hours എങ്കിലും നമ്മൾ നമുക്കായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 1 ഡേ നമുക്കറിയാം. 1 ഡേ എന്നുള്ളത് 24 hours ആണ്. അത് നമുക്ക് എന്തിനൊക്കെ ചിലവാക്കാം, എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാം, എത്ര മണിക്കൂർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത് കഴിവതും മനസ്സിലാക്കുക. നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള നല്ലൊരു ആരോഗ്യത്തിന് നമുക്ക് ഉറക്കം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമുക്കത് ഒരു 7 hours to 9 hours വരെ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് എന്താ ചെയ്യുക, അവർക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു 5 hours സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദിവസത്തെ കണക്കാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വാഷിങ്ങിനായാലും ക്ലീനിങ്ങിനായാലും എന്ത് കാര്യങ്ങൾക്കും ബാത്തിങ്ങിനായാലും നമുക്ക് ഒരു 2 hours മാത്രം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഉറക്കവും ഭക്ഷണവും പോലെ തന്നെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അതൊരു ദിവസം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഹോബീസ്. നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. പല കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ഹോബീസ് നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മൾ 1 hour എങ്കിലും നമ്മൾ ഹോബീസിനായിട്ട് മാറ്റി വെക്കുക. ചിലർക്ക് പെയിൻറ്റിങ് ആയിരിക്കാം, മ്യൂസിക് ആയിരിക്കാം, പിന്നെ കുക്കിംഗ് ആയിരിക്കാം, റീഡിങ് ആയിരിക്കാം, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമ്മുടെ ഹോബീസിനായിട്ട് മാറ്റി വെക്കുക. പിന്നെ അതേഴ്സിനായിട്ട് 1 മണിക്കൂർ മാത്രം മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം 1 മണിക്കൂറൊക്കെ മതി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കുന്നത്. Thank you for watching. Happy New Year to all. Thank you so much.